നവംബർ 14 ശിശുദിനം. കുട്ടികൾ സ്നേഹത്തോടെ ചാച്ചാജി എന്ന് വിളിച്ചിരുന്ന ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനമാണ് നവംബർ 14. ജവഹർലാൽ നെഹ്റുവിന്റെ സ്മരണാർത്ഥമാണ് അദ്ദേഹത്തിന്റെ ജന്മദിനം നാം ശിശുദിനമായി കൊണ്ടാടുന്നത്. കുട്ടികൾ ഏറെ സ്നേഹിച്ചിരുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം. ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ പൌരന്മാർ എന്ന ഉറച്ച വിശ്വാസമുള്ള ആളായിരുന്നു ജവഹർലാൽ നെഹ്റു. തൂവെള്ള കുപ്പായത്തിന്റെ പോക്കറ്റിൽ ചുവന്ന റോസാപ്പൂവ് ചൂടി നിഷ്കളങ്കമായ ചിരിയോടെ എത്തുന്ന നെഹ്റു അവർക്ക് ചാച്ചാജിയായിരുന്നു. കുട്ടികൾ ചാച്ച നെഹ്റു എന്ന് സ്നേഹപൂർവ്വം അഭിസംബോധന ചെയ്യുന്ന അദ്ദേഹം കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ പിന്തുണയ്ക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്ത വ്യക്തിയായിരുന്നു. ഇന്നത്തെ കുട്ടികൾ നാളത്തെ ഇന്ത്യയെ സൃഷ്ടിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. നാം അവരെ വളർത്തിയെടുക്കുന്ന രീതി രാജ്യത്തിന്റെ ഭാവി നിർണ്ണയിക്കും എന്നാണ് നെഹ്റുവിന്റെ ആശയം. ഓരോ കുട്ടിക്കും വിദ്യാഭ്യാസത്തിനുള്ള മൌലിക അവകാശം ഉറപ്പാക്കാൻ അദ്ദേഹം തന്റെ ജീവിതം സമർപ്പിക്കുകയും ഇന്ത്യയിൽ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനു വേണ്ടി അഹോരാത്രം പ്രയത്നിക്കുകയും ചെയ്തു. നെഹ്റുവിന്റെ കാലത്ത് തുടക്കമിട്ട IIT-കളും IIM-കളും ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ അദ്ദേഹത്തിന്റെ ദിശാബോധം വ്യക്തമാക്കുന്നു. വളരെയധികം ദേശീയ പ്രാധാന്യമുള്ള ദിവസങ്ങളിൽ ഒന്ന് തന്നെയാണ് ശിശുദിനം. ഓരോ കുട്ടികളുടെയും നേട്ടത്തിനായി കുട്ടികൾക്ക് നൽകുന്ന അവകാശങ്ങൾ എത്ര നന്നായി നടപ്പാക്കപ്പെടുന്നു എന്നതിന്റെ അവലോകനമാണ് ശിശുദിനത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ടത്. സ്കൂളുകളിലും കുട്ടികളുടെ സ്ഥാപനങ്ങളിലും ആവേശത്തോടെയാണ് ദിനം ആഘോഷിക്കുന്നത്. എന്നാൽ ശിശുദിനത്തിൽ നാം ഒരു വ്യക്തി എന്ന നിലയിൽ കുട്ടികൾക്കുള്ള അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. വിദ്യാഭ്യാസം, ആരോഗ്യം, കുടുംബം എന്നിവയ്ക്കുള്ള മൌലിക അവകാശം രാജ്യത്തെ എല്ലാ കുട്ടികൾക്കും ലഭിക്കുന്നുണ്ടോ? നമ്മുടെ കുട്ടികൾ ബാലപീഡനത്തിൽ നിന്ന് മുക്തരാണോ? ബാലവേല എന്ന ഭീഷണി പൂർണ്ണമായും ഇല്ലാതായിട്ടുണ്ടോ എന്നുള്ളതെല്ലാം നാം ഓരോരുത്തരും നമ്മോട് തന്നെ ചോദിക്കേണ്ട ചോദ്യമാണ്. ഇല്ലെങ്കിൽ അതിനുവേണ്ടി രക്ഷിതാക്കൾക്ക് അവബോധം പകരുകയും അവർക്ക് അഭിവൃദ്ധി പ്രാപിക്കുവാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം നൽകുകയും ചെയ്യുക എന്നതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കാര്യം. അവരിൽ ആദരവിന്റെയും വ്യക്തിത്വത്തിന്റെയും മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്നതിന് അവരുടെ സ്വന്തം ചിന്തകൾ രൂപപ്പെടുത്തുന്നതിനും അവരെ അനുവദിക്കേണ്ടതുണ്ട്. മാത്രവുമല്ല, ഒരു പെൺകുട്ടിയും ആൺകുട്ടിയും തമ്മിൽ വേർതിരിവില്ല എന്നും ഓരോ കുട്ടിയെയും സാമൂഹികവും മാനസികവുമായ വൈകാരികവുമായ സംഘർഷങ്ങളെ അതിജീവിക്കാൻ പഠിപ്പിക്കുകയാണ് നാം ചെയ്യേണ്ടത്. 1964 നെഹ്റുവിന്റെ മരണശേഷമാണ് ഇന്ത്യയിൽ നവംബർ 14 ശിശുദിനമായി ആഘോഷിക്കാൻ തുടങ്ങിയത്. എന്നാൽ ഇതിനു മുൻപ് പല രാജ്യങ്ങളിലും നവംബർ 20 ശിശുദിനമായി ആഘോഷിക്കാറുണ്ട്. ഐക്യരാഷ്ട്രസഭ ആഗോള ശിശുദിനമായി ആഘോഷിക്കുന്നതും നവംബർ 20-നാണ്. കുട്ടികളെ ജീവന തുല്യം സ്നേഹിച്ച ജവഹർലാൽ നെഹ്റു എന്ന മഹാമനുഷ്യന്റെ ജന്മദിനത്തിൽ സേവനത്തിന്റെ കൈകളുമായി നമ്മുടെ കുട്ടികൾ ഭാരതത്തിന്റെ അഭിമാനമായി വളരട്ടെ എന്ന് പ്രത്യാശിക്കാം.